റവാഡ ചന്ദ്രശേഖരനെ ഡിജിപിയായി നിയമിച്ചതിനെ ന്യായീകരിച്ച് MV ജയരാജനും രംഗത്തെത്തി. കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖരന് പങ്കില്ലെന്ന് തെളിഞ്ഞതാണ്. അദ്ദേഹത്തെ കമ്മീഷൻ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. പിന്നീടും കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും MV ജയരാജൻ ആലപ്പുഴയിൽ പറഞ്ഞു. MV രാഘവൻ, DYSP ഹക്കിം ബത്തേരി, ഡെപ്യൂട്ടി കലക്ടർ TT ആന്റണി, ASP ചന്ദ്രശേഖർ എന്നിവർ ചേർന്ന് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഗൂഢാലോചനക്ക് തെളിവായി രേഖകളൊന്നുമില്ല. രവത ചന്ദ്രശേഖർ ഈ സംഭവത്തിന് മുമ്പ് MV രാഘവനെ ബന്ധപ്പെടുകയോ കണ്ടതായോ പോലും പരാതിക്കാർ വാദിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന് MV രാഘവനുമായി മുൻ പരിചയമുള്ളതായി തെളിയിക്കുന്ന രേഖകളൊന്നുമില്ല. തെളിവുകൾ കാണിക്കുന്നത് DYSP ഹക്കിം ബത്തേരിയും ഡെപ്യൂട്ടി കലക്ടർ TT ആന്റണിയുമാണ് പ്രകടനക്കാർക്ക് നേരെയുള്ള ലാത്തിചാർജിനും വെടിവെപ്പിനും ഉത്തരവാദികളാണ്. ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പാർട്ടിയല്ല ലാത്തിചാർജിന് തുടക്കമിട്ടതെന്നും മറിച്ച് മന്ത്രിയുടെ എസ്കോർട്ടിലുള്ള DYSP ആണ് ലാത്തിചാർജിന് തുടക്കമിട്ടതും എന്നുമാണ് തെളിവുകൾ കാണുന്നത്. ഇങ്ങനെ അസന്നിഗ്ധമായി കമ്മീഷൻ റിപ്പോർട്ടിൽ രവത ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെ കുറിച്ച് അദ്ദേഹത്തിന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കിയാൽ പിന്നെ ഒരാളെ DGP ആക്കിയതിനെ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പേരും പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്നത് കാണുമ്പോഴാണ് അതിശയം തോന്നുന്നത്.